വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPI പ്രവർത്തകർ ബൈപ്പാസ് മാർച്ച് നടത്തി. VS സുനിൽകുമാർ MLA ബൈപ്പാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധി കുടുംബങ്ങൾ ഈ ഹൈവേ മൂലം അനാഥരാക്കപ്പെട്ടിരിക്കുകയാണ്. നിരവധി മരണങ്ങൾ സംഭവിച്ചു. അപകടങ്ങളിൽ അകപ്പെട്ടതിനെ തുടർന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ജീവിക്കുകയാണ്. വികസനം വരുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് വരണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായി ഈ ബൈപ്പാസ് നിർമ്മിച്ചതിന് ശേഷം ആ ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അപകടരഹിതമായി കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹൈവേ അതോറിറ്റിയുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒന്നും നിർവഹിക്കാതെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അതിനാവശ്യമായ ശാസ്ത്രീയ സിഗ്നൽ സംവിധാനങ്ങൾ പ്രാഥമികമായി ഒരു ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കേണ്ട ഒരു വസ്തുതയാണ്. ശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനമില്ലെങ്കിൽ അവിടെ മരണമുണ്ടാകും, അപകടമുണ്ടാകും എന്ന കാര്യം ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അറിയാവുന്ന കാര്യമല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇത് തുറന്നു കൊടുക്കുമ്പോൾ ഇവിടെ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ഗവൺമെന്റ് പരിശോധിച്ചോ? അത് പരിശോധിച്ചില്ല. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടത്തുക, ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി അതിന്റെ പേരിൽ ഞെളിഞ്ഞു നടക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ചില ആളുകൾ ചേർന്നുകൊണ്ട് ജനങ്ങൾ മരിച്ചുപോയാലും കുഴപ്പമില്ല, ഉദ്ഘാടനം നടക്കട്ടെ എന്ന് വിചാരിച്ച് ആളാവാൻ വേണ്ടി നടത്തിയ ചില വൈകൃതങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജനങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആവശ്യമായിട്ടുള്ള സർവീസ് റോഡുകൾ ഒരുക്കിയിട്ടില്ല. എന്തിനു പറയുന്നു? പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും സ്ഥാപിച്ചിട്ടില്ല. ET ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, KV വസന്തകുമാർ, VR സുനിൽകുമാർ, CC വിപിൻ ചന്ദ്രൻ, PV മോഹനൻ, ലളിത ചന്ദ്രശേഖരൻ തുടങ്ങിയവരും സംസാരിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ യൂത്ത് മൂവ്മെന്റും വനിതാ സംഘവും സംയുക്തമായി അക്ഷയം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിക യൂണിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രശാന്തും അതുപോലെ തന്നെ ജയറാമും ചാർജ് എടുത്തിട്ട് ഏകദേശം 3 വർഷം തികയാണ്. ഈ കാലയളവിൽ ഞാൻ എപ്പോഴും പറയും, ഇവരെ കളിയാക്കാറുണ്ട്. നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കാറുണ്ട്. ഒരു പരിപാടി നിങ്ങൾ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പേരിൽ നടത്തുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് അവർ ചാലക്കുടിയിൽ സാറിൻ്റെ ക്ലാസ് കേട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്ത് തരണം, അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യവും എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ചു വന്നപ്പോൾ എല്ലാം 100% ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റു. വനിതാ സംഘം പ്രസിഡന്റ് യമുന രവീന്ദ്രൻ അധ്യക്ഷയായി. വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ശ്രീജ മൗസ്മി ആമുഖ പ്രഭാഷണം നടത്തി. മോഹനൻ കണ്ണമ്പള്ളി, സുദീപ് മാസ്റ്റർ, ജയന്തൻ പുത്തൂര്, വിശ്വംഭരൻ മാസ്റ്റർ, ജയരാജൻ മാസ്റ്റർ, ലിജു തെരുവിൽ, ജയറാം കടവിൽ, പ്രശാന്ത് മേനോത്ത്, കമല നരേന്ദ്രൻ, രമണി സുകുമാരൻ എന്നിവരും സംസാരിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് അക്ഷയം ഏകദിന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. തൃപ്പയാറിൽ നിന്നും നാടൻ ബോംബും വടിവാളും കണ്ടെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. തൃപ്പയാർ ബീച്ച് റോഡിൽ വാഴക്കുളം ക്ഷേത്ര റോഡിന് സമീപത്താണ് തോട്ടിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നാടൻ ബോംബും വടിവാളും ലഭിച്ചത്. വെള്ളിയാഴ്ച തോട് വൃത്തിയാക്കുന്നതിനിടെ ഗുണ്ടിന്റെ ആകൃതിയിൽ പശ ഉപയോഗിച്ച് ചെറിയ നൂലുകളാൽ ചുറ്റിയ നിലയിലാണ് ബോംബ് കണ്ടെത്തിയത്. ശനിയാഴ്ച വീണ്ടും ഇതേ തോട് വൃത്തിയാക്കുന്നതിനിടെ പിടിയില്ലാത്ത വടിവാൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് വലപ്പാട് പോലീസിൽ വിവരം അറിയിക്കുകയും SI KG ആന്റണി, പ്രൊബേഷണൽ SI AS വിപിൻ, ഹോംഗാർഡ് ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി വടിവാളും നാടൻ ബോംബെന്ന് സംശയിക്കുന്ന വസ്തുക്കളും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച നാടൻ ബോംബ് വെള്ളത്തിലിട്ട് നിർവീര്യമാക്കുകയും ചെയ്തു. ദളിത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സമ്മർ സ്റ്റുഡന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കാട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കിഷോർ ബാബു അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് കൗൺസിൽ സെക്രട്ടറി AS രാജു മാസ്റ്റർ, AK സന്തോഷ്, MV ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 8 മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഞായറാഴ്ച ക്യാമ്പ് സമാപിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ.
മതിലകം ചിലപ്പതികാരം ഉത്സവത്തോടനുബന്ധിച്ച് കലാകാരന്മാരുമായി മുഖാമുഖം നടത്തി. അഴിമതി ആരോപണ വിധേയരായ മന്ത്രി കെ എം മാണിയും കെ ബാബുവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.